ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റവയും തേങ്ങയും ഒന്ന് മിക്സിയിൽ കറക്കി ആവിയിൽ വേവിച്ചെടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു ഐറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഒരു 1.5 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങൻ്റെ അളവ് നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ 1 കപ്പ് ആണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് 1 കപ്പ് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി പാൽപ്പൊടി ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണോ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഇതുപോലെ ഒരു 3 ബൗളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കളറിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 3 ബൗളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2 ബൗളിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പം മധുരം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ 3ലും ചേർത്ത് കൊടുക്കാം. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൗളിലേക്ക് നമ്മളിവിടെ കുറച്ച് അളവിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ബീട്രൂട്ട് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി കളറൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ബൗളിൽ ഞാൻ മധുരത്തിനൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതിൽ ഞാൻ ഇവിടെ കുറച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ വെള്ളത്തിൽ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്താലും മതി. ഞാൻ ഇവിടെ ശർക്കര പൊടി ഉള്ളതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ശർക്കര പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ചൊരു നെയ്യ് ചൂടാക്കിയതിന് ശേഷം കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടിയൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. റോസ്റ്റ് ആയതിനു ശേഷം അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ചൊരു നെയ്യ് നല്ലപോലെ ഒന്ന് തടവി കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ശർക്കര പാനിയിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് സെറ്റ് ആയതിന് ശേഷം വേണം നമ്മൾ നെക്സ്റ്റ് ലെയർ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചൊന്ന് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒന്നും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ വൈറ്റ് ലെയർ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മുകളിലൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ചൊരു അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ നെക്സ്റ്റ് ലെയർ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്ക്യൂറൊക്കെ വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ സെറ്റായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ നല്ലപോലെ ചൂട് പോയതിന് ശേഷം വേണം ഇത് തട്ടിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനും അതുപോലെ തന്നെയാണ് കാണാനും ഒരു വെറൈറ്റി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വൈകുന്നേരം എന്നും കേസരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.